ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. ഉന്മാദം. ഡയറക്ടർ കിരൺ ദാസ്. അദ്ദേഹം ഓൾറെഡി എഡിറ്ററാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിമാണിത്. അദ്ദേഹത്തിനാണ് എഡിറ്റർ. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ജിതിൻ ചോണും കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ സേതുവാണ് DOP. ഇത് ഭയങ്കര സ്ലോ ബേണിങ് സിനിമയാണ്. ഇതിലങ്ങനെ ജഗപൊക പരിപാടികൾ എഡിറ്റിങ്ങിൽ ഇങ്ങനെ കളിക്കൽ അല്ലെങ്കിൽ DOPയിൽ കളിക്കൽ ഗിമിക്സ് പരിപാടിയൊന്നുമില്ല. അത് ആ ഒരു പടത്തിൻ്റെ പേസിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് രണ്ടുപേരും കരിയർ പണിയെടുത്തിട്ടുണ്ട്. മുജീബ് മജീദാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. മുജീബ് മജീദിൻ്റെ റേഞ്ച് അറിയാലോ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് കാണിക്കുന്ന അങ്ങനത്തെ ഒരു ടൈറ്റിലിൽ ഒരു സോങ് ഉണ്ട്. അത് ഭയങ്കര കിട്ടുന്ന സോങ്, അതിന് ഭയങ്കര ഡെപ്ത് ഉള്ളത് മുജീബ് മജീദിൻ്റെ കൈൻഡ് ഓഫ് സ്റ്റഫ്. പിന്നെ വേറെ സോങ് ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ചടങ്ങൊക്കെ ആ സമയത്തുള്ള സോങ്. ദാറ്റ് വാസ് അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ സോങ് തീരെ ഇമ്പ്രസീവ് ആയിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്കുള്ള പോലെ നിയോൺ റൈഡൊക്കെ പോലെ അങ്ങനത്തെ ഒരു ജേണിയിലുള്ളൊരു സോങ്. ദാറ്റ് വാസ് ഓൾസോ നൈസ്. മുജീബ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ USP എന്ന് പറയാൻ ഓഫ് കോഴ്സ് ഷാഹി കബീറാണ്, ദ ബ്രാൻഡ് റൈറ്റർ ഓഫ് പെലി സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്കറിയാം. ജോസഫ്, നായാട്ട്, അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത് മൂന്നും അദ്ദേഹം എഴുതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. പിന്നെ ഇലവേഴ പൂഞ്ചിറ, ഇപ്പം ലാസ്റ്റ് ചെയ്തിട്ടുള്ള റോന്ത്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. ഇഷ്ടമാകാത്ത ഒരു സിനിമ പോലും, എല്ലാം പീക്ക് സിനിമകളാണ്. ബട്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഏറ്റവും ലീസ്റ്റ് ഇത്രയും നാൾ എഴുതി വന്നതിൽ വെച്ച് ഏറ്റവും അതിൻ്റെ ഗ്രാഫ് ഏറ്റവും അടിയിൽ പോയിട്ടുള്ള ഒരു സിനിമയാണ് ഉന്മാദത്തിൽ വരുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബനാണ് ഇതിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സാധാരണ പോലീസുകാരൻ, ഓൾസോ എ ഫിലിം ആസ്പിരൻറ്റ്. അങ്ങനെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ ജോലിയിൽ നിന്നുകൊണ്ട് സിനിമയിലേക്ക് കയറണം, എഴുതണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ഷാഹി കബീർ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫിലിമിൻ്റെ ഭാഗമായിട്ട്, ഫ്രട്ടേണിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഇതാണ്. ഇതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ മിസ്റ്ററി ബിൽഡ് ചെയ്യല. ഇത് ഭയങ്കര സ്ലോ ആണ്. സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീൻസ് എനിക്ക് പറയാൻ പറഞ്ഞത് ഒരു വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ് പോലെ. അപ്പോൾ ഒരു സീൻ അവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് മനഃപൂർവ്വം സ്ലോ ആക്കിയതാണോ. അപ്പോൾ ഒരുപാട് സീൻസ് തമ്മിൽ ഒറ്റ സീൻ ഞാൻ പറയാം. ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ലിജോ മോളാണ്. ലിജോ മോൾക്ക് ടൈലർ മെയ്ഡ് റോളാണ്. ലിജോ മോൾക്ക് അറിയാമല്ലോ, ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, പിന്നെ ദേഷ്യം, ഒരുമാതിരി എപ്പോഴും മുഖം വീർപ്പിച്ച് വെച്ചിട്ട് അങ്ങനത്തെ ഒരു എല്ലാത്തിലും നമുക്കറിയാം. പൊന്മാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും എങ്ങനെയാണ്. അപ്പോൾ അവരെ അഭിനയിക്കുമായിരുന്നില്ല, ജീവിക്കുമായിരുന്നു വേണമെങ്കിൽ പറയാം. അവരെ സ്ഥിരം ചെയ്ത് ശീലമായിട്ടുള്ള സാധനമാണ്. അപ്പം ഇവർ രണ്ടുപേരാണ് ഭാര്യ ഭർത്താക്കന്മാർ. എന്നിട്ട് പിന്നെ കുടുംബം, അദ്ദേഹം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. അവിടെ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഷാജു ശ്രീധറും അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, പേരേ മറന്നു. അപ്പോൾ അവരും കൂടെ. അപ്പോൾ ഇതിൽ ഈ സ്ത്രീയായിട്ടുള്ള ലിജോമോളുടെ ക്യാരക്ടർ തന്നെ ഒരു അപരാധം പറയുന്നുണ്ട്, സ്ത്രീവിരുദ്ധത. അതായത് ഷാജു ശ്രീധർ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, ഭാര്യ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. എന്താ പറയുക, ഭാര്യയുടെ അടിപ്പാവട അലക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീ തന്നെ മറ്റൊരു പുരുഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് സ്ത്രീവിരുദ്ധത പറയാം. അത് പോട്ടെ, അത് സാധാരണക്കാരി ഇങ്ങനെ പറയുമായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിന് താടി ഉണ്ടല്ലോ. അപ്പോൾ പണ്ട് അരിശ്രീ അശോകനാണ് ഇങ്ങനെ, ഒന്നുകിൽ അരിശ്രീ അശോകൻ മാലിട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബ്ലേഡ് അലർജി, രാക്ഷസ രാജാവിലേക്ക് ബ്ലേഡ് അലർജി. അപ്പോൾ ഇത് രണ്ടുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫാദർ എക്സ്പയർഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം താടി വെക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമായിട്ട്. അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് സിനിമയ്ക്കകത്തിൻ്റെ സീനിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഈ അച്ഛൻ്റെ മരണം, അതിൻ്റെ സംഭവം അങ്ങനെ കുറേ അൺവാണ്ടഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പാട്ടും ആ ഒരു എപ്പിസോഡ് എന്തിനായിരുന്നു. 2 മണിക്കൂർ 23 മിനിറ്റ് ഉണ്ട് ഈ സിനിമ. ഇത് 2 മണിക്കൂർ തീർക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ചാക്കോ ബോബന് ഒരു ചെക്ക് കിട്ടി, സിനിമാക്കാരായിരുന്നു ചെക്ക് കിട്ടി, അത് ലിജോ മോൾക്ക് കൊടുക്കണം. അപ്പോൾ ആ സീനിൻ്റെ ഒരു ബിൽഡപ്പ് ആലോചിച്ച് നോക്കണം. ഇയാൾ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു, എന്നിട്ട് പിള്ളേരായിട്ട് കുറേ നേരം സംസാരിക്കുന്നു, പിള്ളേരായിട്ട് എൻഗേജ്ഡ് ആവുന്നു, പിന്നെ അവിടെ ചിരിക്കുന്നു, ലിജോ മോൾ നോക്കുന്നു, ലിജോ മോൾ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നു, ലിജോ മോൾ തിരിച്ച് എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു 5-8 മിനിറ്റ് ഒരു സീന്. ഇത് വന്നിട്ട് അങ്ങനെ വന്ന ഉടനെ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഒരു സീനങ്ങ് മാറുന്നില്ല. പിന്നെ ഈ മിസ്റ്ററി ബിൽഡിങ് പോലീസ് സ്റ്റേഷൻ സീന് റിപ്പിറ്റേറ്റീവ്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്, കുറേ എന്താ പറയുക, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ കുറേ സാധനങ്ങൾ. പക്ഷെ അത് ലോജിക്കലി നമുക്ക്
എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുകയാണ്. പോലീസ് സ്റ്റേഷൻ ആവുന്ന സമയത്ത് സംഭവിക്കാവുന്ന ഒക്കറൻസസ് ഒക്കെ തന്നെ ഉള്ളൂ, അതങ്ങനെയാക്കാം. പക്ഷെ എന്നാലും ഈ ബ്ലഡിൻ്റെ സാധനങ്ങൾ അതങ്ങനെ റിപ്പറ്റേറ്റീവ്, എപ്പോഴും ആക്സിഡൻറ്റ്, അതായത് ഒരു ലോജിക്കലി നാച്ചുറലി ഓർഗാനിക്കലി അല്ല സിനിമ പോകുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുന്നിച്ചേർത്ത് വെച്ച കുറേ സീൻസ്, കുറേ ക്യാരക്ടേഴ്സ്. അങ്ങനെ പോകുന്ന സിനിമ 1 മണിക്കൂറിൽ ഫസ്റ്റ് ഹാഫ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ല. അതായത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറുള്ള ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഒന്നും ആരും മോശമാക്കിയിട്ടില്ല ഇതിൽ. എല്ലാവരും എസ്പെഷ്യലി കുഞ്ചാക്കോമൻ തകരാറ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖം എന്ന് ഞാൻ പറയുന്നില്ല, ദാറ്റ്സ് എ സ്പോയിലർ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുള്ളിയെ തകരാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ ടേം ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. പിന്നെ ഇതിലൊരു ക്രൈം, ഒരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുകയും ആ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ലൈക്ക് ഹൂ ഡൺ ഇറ്റ്, വൈ ഡൺ ഇറ്റ് എന്നുള്ള സാധനം. അപ്പം ഇത്തരം സ്ലോ ബേണിങ് സിനിമയ്ക്ക് അകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇലവിഴ പുഞ്ചിരങ്ങളിൽ അവസാനമാകുമ്പോഴേ നമുക്കൊരു വാവ് ഫാക്ടർ നമ്മളെ ഒന്ന് ഞെട്ടിക്കണം. ഷടാ ഇതായിരുന്ന പരിപാടിന്ന്. അപ്പോൾ നമ്മൾ അത്രയും സമയം സ്ലോ ബേണിങ്ങിൽ കണ്ടുവന്ന് നമ്മൾ മറക്കും. ഏതാ അവസാനം വന്നിട്ട് ഇതായിരുന്നെന്ന് തോന്നും. പിന്നെ ഇതിൽ റൈറ്റിങ്ങിൽ ഷാഹി കബീർ ടൈലൻറ്റിലൊരു സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് തീരെ സ്പൂൺ ഫീഡ് ചെയ്യണമെന്ന് പറയില്ല. പക്ഷെ അത് നോർമലി ആ ഒരു വാവ് ഫാക്ടർ എനിക്ക് തന്നെ അതൊരു വലിയ വാവ് ഫാക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വളരെ മിക്ക സമയത്തും ഫ്ലാറ്റായിട്ട് പോകുന്ന റിപ്പറ്റേറ്റീവ് ഓഫ് സീൻസുള്ള ഇൻവെസ്റ്റിഗേഷനിലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലോ യാതൊരു എൻഹാൻസ്മെൻറ്റും ഇല്ലാത്ത ഒരു 2 മണിക്കൂർ 28 മിനിറ്റ്. അത് വിചാരിച്ച് ഇതൊരു അപരാധ സിനിമയല്ല, ഒരു സൈക്കോളജിക്കൽ ഒരു മിസ്റ്ററി. അതിന് എനിക്ക് തീരെ ഡൈജസ്റ്റ് ആവുന്ന മിസ്റ്ററിയാണ്. അതിൽ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവം പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സുധീഷിൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്. പിന്നെ ആത്മാവിന് ശാന്തി കിട്ടുക അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളില്ലേ, മരിച്ച ആളെ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ടൈലൻറ്റിലോ ഒരു പക്ഷേ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് അത് സിനിമയിൽ ഉടനീളം കാണുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഒരു ഷാഹി കബീറിൻ്റെ സിനിമയായിട്ട് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഫോർ ദ പീപ്പിളിലെ അരുൺകുമാർ ചെറുകാവിൽ, മുത്തേ നിന്നെ, പുള്ളിയുണ്ട്. പുള്ളി കുറച്ച് സമയമേ ഉള്ളൂ. അതുപോലെ തന്നെ ജോഗൻ, പുള്ളി അത്യാവശ്യം കുറേ സീൻസിൽ റോളാണ്. പിന്നെ കോട്ടയം നസീർ ഒരു സീനിൽ 1-2 സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ സബുമോൻ, പുള്ളിക്ക് അത്യാവശ്യം റോളുണ്ട്. പുള്ളി അത് കിടട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ കുറേ യൂഷ്വൽ സാധനം ഉണ്ടല്ലോ, ജംസ്കെയർ, അതുപോലെ ഹാലുസിനേഷൻ, അതും ഭയങ്കര റിപ്പറ്റേറ്റീവാണ് കുറേ പ്രാവശ്യം. ഇതിൽ പല്ലിയെ ഒരു സിംബോളിക്കായിട്ടാണ് കാണിച്ചിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വൃത്തികെട്ട ജീവിയായിട്ട് പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എക്കടിക്കും. അത്രയും എസ്പെഷ്യലി പല്ലി ഷിറ്റ് അതുണ്ടെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ ഞാൻ ആദ്യം നോക്കുന്ന അവിടെ പല്ലി ഷിറ്റ് ഉണ്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഒരു റെസ്റ്റോറൻറ്റ് കയറിയാൽ അതുകൊണ്ട് എനിക്ക് വേണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോവും. അത്രയും എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, വോമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ കുഞ്ചാക്കോമന് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കാണാം നിങ്ങൾക്ക് പല്ലിയെ. അപ്പം പല്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ പല ആനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഹാലുസിനേഷൻ വരുന്ന സമയത്ത്. ഇപ്പോൾ കൊക്രോച്ചിനെ യൂസ് ചെയ്യാറുണ്ട്, റാറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ പല്ലിയാണ് എന്ന് മാത്രം. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ നല്ല സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന ഫീൽ ഉണ്ടാക്കി. ഫസ്റ്റ് ഹാഫ് ഓക്കെ സ്ലോ ബേണിങ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ടുവാർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര നിർവീകാരത, മടുത്തുപോയി. പിന്നെ കുഞ്ചാക്കോമൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഒരു ഫൈറ്റാണ്. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ലേ, ആരും മോശമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി.